നേപ്പാളിലും ടിബറ്റിലും വമ്പൻ ഭൂചലനം എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ചെറിയ തീവ്രതയല്ല, 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. വടക്കുകിഴക്കൻ മേഖലയിൽ ടിബറ്റിന് അതിർത്തിയിലാണ് പ്രഭവ കേന്ദ്രം. അച്യുതൻ ഡൽഹിയിൽ ചേരുന്നു. അച്യുതൻ, എന്താണ് അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ്. അവിടെ ഡൽഹിയിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ട്രമേഴ്സൊക്കെ അവർക്ക് സ്വാഭാവികമാണ്. അവിടെ അതിൽ കൂടുതലുള്ള ഒരു ഭൂചലനം, ഒരു ആൾക്കാരെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടോ അച്യുതൻ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഡൽഹിയിൽ അങ്ങനെ വലിയൊരു പ്രകമ്പനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു നേരിയ പ്രകമ്പനം മാത്രമാണ് ഈ ടിബറ്റൻ നേപ്പാൾ അതിർത്തിയിലുണ്ടായ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല, ബീഹാറിലും ആ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ വകുപ്പുകൾ നൽകുന്ന വിവരം. മറ്റൊന്ന്, ഈ ടിബറ്റിലും നേപ്പാളിനും അതിർത്തിക്കടുത്ത്, അതായത് നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ലോബുഷിയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്കിഴക്കൻ ഭാഗത്താണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇന്ന് രാവിലെ 6:35 ഈ ഭൂചലനം ഉണ്ടായതുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്നാൽ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാശനഷ്ടമോ മറ്റേതെങ്കിലും ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 7.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. തീവ്രത അത് ഒരു വലിയ തീവ്രതയുള്ള ഭൂചലനം തന്നെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നതും ഇതിൽ നിന്ന് ആ റിക്ടർ സ്കെയിലിന്റെ കണക്കെടുക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. എന്നാൽ പർവ്വത മേഖല ആയതുകൊണ്ട് തന്നെ ഇതിനു മുൻപും ആ മേഖലയിൽ ഇത്തരം ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും നിലവിൽ ഈ അനുഭവപ്പെട്ട ഭൂചലനത്തിൽ ഇതുവരെ നാശനഷ്ടമോ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസത്തിന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണ്. മറ്റു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതും വ്യക്തമാണ്. എന്തായാലും അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലും അതുപോലെ തന്നെ ബീഹാറിലും നേരിയ പ്രകമ്പനം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടത്. ഹാഷ്മി. ഓക്കെ, പ്രിയപ്പെട്ട, താങ്ക് യു. അപ്പൊ അവിടെ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടെന്നാ പറയുന്നത്. ഹായ്, അസ്സലാം. പേരെങ്ങനെ? എന്റെ പേര് ഹൈറുന്നീസ. ഞാൻ ഇവിടെ തൊട്ടടുത്ത നമ്മുടെ 24ന്റെ അവതാരക പുലിക്ക് വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം. ഇപ്പോഴും വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വാർത്ത കേട്ടപ്പോഴത്തേക്കും ഇവിടെ ആണെന്നറിയാം. അങ്ങനെ തൊട്ടടുത്ത എന്റെ വണ്ടി എടുത്തോണ്ട് എന്തായാലും സൂപ്പറാണ്. നിങ്ങളുടെ അവതാരക പുലിയൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ഒരു വിഷയമാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഈ ന്യൂസ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മസ്റ്റാ. എന്തായാലും സ്വാഗതം. ശരിക്കും സന്തോഷമുണ്ട് കണ്ടത്. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞാൽ ഹാഷ്മി ഇവിടെ വിഴിഞ്ഞത്തുണ്ടാവും. അപ്പൊ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി കണ്ടിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. അറിഞ്ഞു ഇന്നലെ വരുമെന്ന് സാറ് പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എന്റെ ഉമ്മ വിളിക്കുന്നു. ഉമ്മ, ഹലോ ഉമ്മ, ഞാൻ ഇത് 24ന്റെ ഹാഷ്മി ഇവിടെ നമ്മുടെ ബുള്ളാട്ടിനടുത്ത് നിൽക്കുന്ന മുഹിയുദ്ദീൻ പള്ളിയുടെ അടുത്ത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഓടി ഒന്ന് കണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ വിളിച്ചത്. ഉമ്മയും ഒരു ഫേവറേറ്റ് ആണ്. ഹലോ 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 ഉമ്മ 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 സുഖമായിട്ടിരിക്കുന്നോ? ചായ കുടിച്ചാ? അവ കാണാം. ഓക്കെ. ശരി.